നമസ്കാരം, എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നാളെ നടക്കാൻ പോകുന്ന ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ ഫസ്റ്റ് ഫേസിലേക്ക് ഏറ്റവും കൂടുതൽ തവണ ഇപ്പം 2025 ചോദിക്കുന്ന രണ്ട് ടോപ്പിക്ക് കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ചെറിയൊരു വീഡിയോ ആണ്. മാക്സിമം നിങ്ങളുടെ സമയം കളയാതിരിക്കാൻ ശ്രമിക്കാം. ഒന്നാമത്തെ ടോപ്പിക്ക് സുപ്രീം കോടതിയുടെ അധികാര പരിധി, രണ്ടാമത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റിനെ പറ്റിയിട്ട് സിമ്പിൾ മെജോറിറ്റി, സ്പെഷ്യൽ മെജോറിറ്റി, ആ വരുന്ന കാര്യങ്ങൾ, പിന്നെ പ്രധാനപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ്, പ്രത്യേകിച്ച് ഇപ്പൊ 91 അമെന്റ്മെന്റ് ഒക്കെ ഇപ്പം ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടു. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സ്റ്റാർട്ട് ചെയ്യുന്നു. ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് സുപ്രീം കോടതിയുടെ അധികാര പരിധിയെ പറ്റിയിട്ടാണ്. അപ്പൊ സുപ്രീം കോടതിയെ പറ്റിയിട്ട് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. സുപ്രീം കോടതിയെ പറ്റിയിട്ട് പറയുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, സുപ്രീം കോടതി എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യയുടെ പരമോന്നത കോടതിയാണ്, അല്ലെ? ഒന്ന്, ഇന്ത്യയുടെ പരമോന്നത കോടതിയാണ് സുപ്രീം കോടതി. ഇതറിയാൻ വയ്യാത്തവരായിട്ട് ആരുമില്ല, ആണല്ലോ. പിന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ സംരക്ഷകൻ, കാവൽക്കാരൻ എന്നൊക്കെ അറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതി സ്ഥാപിച്ചതിനുള്ള ആർട്ടിക്കിൾ 124 ആർട്ടിക്കിൾ 124 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം 1937 ന്യൂഡൽഹിയിൽ സ്ഥാപിക്കപ്പെട്ട ഫെഡറൽ കോടതിയാണ് പിന്നീട് 1950 എന്തായിട്ട് മാറിയത്? സുപ്രീം കോർട്ട്. ആദ്യത്തെ പേരെന്തെന്ന്? ഫെഡറൽ കോർട്ട്. പിന്നീട് ഇത് 1950 സുപ്രീം കോർട്ടായിട്ട് മാറി. 1950 ജനുവരി മാസം 28 സുപ്രീം കോടതി നിലവിൽ വന്നത്, ആണല്ലോ. പിന്നെ ആസ്ഥാനം ന്യൂഡൽഹി ആണെന്ന് നമ്മൾ പറഞ്ഞു. തിലക് മാർഗ്, പേര് തിലക് മാർഗ്. ഇത് ഇത്രയും എല്ലാവർക്കും ബേസിക് ആയിട്ട് അറിയാവുന്നതാണ്. അതുപോലെ സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം നിശ്ചയിക്കുന്നത് പാർലമെന്റ് ആണ്. അതുപോലെ 1950 സുപ്രീം കോടതി നിലവിൽ വന്നപ്പം 8 ജഡ്ജിമാര്, അതായത് ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ 8 ജഡ്ജിമാരാണ് ഉണ്ടായിരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും ഇത്രയാണ് പറയാനുള്ളത്. ദെൻ സുപ്രീം കോടതി ജഡ്ജി ആവാനുള്ള യോഗ്യതയെ പറ്റിയിട്ട് ചോദിക്കാറുണ്ട്. ഇത് ബേസിക് എന്ന് പറയുന്നത് നമ്മുടെ ചോദ്യം സുപ്രീം കോടതിയുടെ അധികാര പരിധിയാണ്. അവിടേക്ക് പോകുന്നതിന് മുമ്പായിട്ട് സുപ്രീം കോടതി ജഡ്ജി ആവാൻ എന്താണ് യോഗ്യത? എന്താണ് വേണ്ടത്? ഇന്ത്യൻ പൗരനായിരിക്കണം. ഇന്ത്യൻ പൗരനായിരിക്കണം. ഹൈക്കോടതി ജഡ്ജി ആയിട്ട് 5 വർഷത്തെ പരിചയം, അല്ലെ? ഹൈക്കോടതി ജഡ്ജായിട്ട് 5 വർഷത്തെ പരിചയം ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ വക്കീലായിട്ട് ഒരു 10 വർഷത്തെ പരിചയം, അല്ലെങ്കിൽ പ്രസിഡന്റിന്റെ അഭിപ്രായത്തിൽ നന്നായിട്ട് നിയമം അറിയാവുന്ന ഒരാള്. ഓക്കെ, ഇത്രയുമാണ് സുപ്രീം കോടതി ജഡ്ജി ആവാനുള്ള ഒരു യോഗ്യത. അതുപോലെ ഹൈക്കോടതി ജഡ്ജി ആവാൻ എന്തായിരിക്കണം? ഇന്ത്യൻ പൗരനായിരിക്കണം. ഇന്ത്യയിൽ ഒരു ജുഡീഷ്യറി ഓഫീസർ ആയിട്ട് 10 വർഷത്തെ പരിചയം, അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ ഒരു 10 വർഷത്തെ പരിചയം ഉണ്ടായിരിക്കണം. ഇത്രയാണ് നമ്മുടെ സുപ്രീം കോടതി ജഡ്ജിയുടെയും ഹൈക്കോടതി ജഡ്ജിയുടെയും പ്രധാനപ്പെട്ട വേണ്ട യോഗ്യതകൾ. ഇത്രയിനകത്ത് സംശയമൊന്നും ഇല്ലല്ലോ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഇപ്പം തൊട്ടടുത്ത ദിവസങ്ങളിലൊക്കെ ചോദിച്ചൊരു ചോദ്യമായിരുന്നു അഡ്വൈസറി ജൂറിസ്ഡിക്ഷനെ പറ്റിയിട്ട്, ഉപദേശാധികാരത്തെ പറ്റിയിട്ട്. അപ്പൊ സുപ്രീം കോടതിയുടെ അധികാര പരിധിയെ നമ്മൾ പലതായിട്ട് തരംതിരിക്കാറുണ്ട്. അപ്പൊ ലോകത്തിലെ ഏറ്റവും അധികാരമുള്ള കോടതികളിൽ ഒന്ന് നമ്മുടെ ഇന്ത്യയുടെ സുപ്രീം കോടതിയാണെന്ന് നമുക്ക് പറയാം. സുപ്രീം കോടതിയുടെ ചുമതലകളും ഉത്തരവാദിത്തങ്ങളും ഭരണഘടന നിർവചിച്ചിട്ടുള്ളതിനാൽ സുപ്രീം കോടതിക്ക് എന്തുണ്ട്? കൃത്യമായിട്ടുള്ള ഒരു അധികാര പരിധിയുണ്ട്. ഓക്കെ, ഒരു അധികാര പരിധി കോൺസ്റ്റിറ്റ്യൂഷനകത്ത് കൃത്യമായിട്ട് സുപ്രീം കോടതിക്ക് കൊടുക്കുന്നുണ്ട്. അതിനകത്ത് ഒരെണ്ണമാണ് അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ വേറെ ഉള്ളത് ഒന്ന് ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ. എന്താണ് ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ എന്ന് വിളിക്കും. അല്ലെങ്കിൽ നമ്മൾ പറയും മലയാളത്തിൽ തനതധികാരം. തനതധികാരം ഇതെന്താ? ചില കാര്യങ്ങൾ, ചില കേസുകൾ കീഴ്ക്കോടതിയിലേക്ക് കൊണ്ടുപോകാതെ തന്നെ നേരിട്ട് നമുക്ക് സുപ്രീം കോടതിയിലേക്ക് പരിഗണിക്കാം. അതായത് ചില കേസുകൾ എന്ന് പറയുന്നത് നമുക്ക് തോന്നുവാണ് അത്രയ്ക്ക് സീരിയസ് ആണെന്ന് തോന്നുവാണെങ്കിൽ കീഴ്ക്കോടതിയിൽ വിധിയൊന്നും കേൾക്കാൻ നിൽക്കാതെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എവിടേക്ക് കൊണ്ടുപോകാം? സുപ്രീം കോടതിയിലേക്ക് പരിഗണനയ്ക്ക് എടുക്കാം. ഫെഡറൽ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിൽ സുപ്രീം കോടതിയിൽ ഒരു മധ്യസ്ഥന്റെ പങ്ക് ഉറപ്പിക്കാവുന്നതാണ് തനതധികാരം എന്ന് പറയുന്നത്. എന്താണ്? ഫെഡറൽ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട തർക്കങ്ങളിൽ സുപ്രീം കോടതിയിൽ ഒരു ഇടനിലക്കാരന്റെ പങ്ക് ഉറപ്പിക്കുന്നതിനെയാണ് നമ്മൾ ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ എന്ന് വിളിക്കുന്നത്. ഫെഡറൽ സമ്പ്രദായത്തില് കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റുകളും തമ്മിൽ, വിവിധ സംസ്ഥാന ഗവൺമെന്റുകളും തമ്മിലും നിയമപരമായ തർക്കങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുന്നതിനുള്ള അധികാരം ആരിലാണ്? സുപ്രീം കോടതിയിലാണ്. എങ്ങനെയാണ്? കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും തമ്മിൽ ഇടയ്ക്കൊക്കെ തർക്കങ്ങൾ വരാറില്ലേ? അപ്പൊ നിയമപരമായിട്ടുള്ള തർക്കങ്ങൾ
ഒന്നുകിൽ കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ വരാം, അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾ തമ്മിൽ വരാം. അപ്പൊ ഇങ്ങനെ വിഷയങ്ങളിലേക്കൊക്കെ ഫൈനൽ തീരുമാനം പറയേണ്ടത് സുപ്രീം കോടതിയാണ്. അപ്പൊ സുപ്രീം കോടതിക്ക് മാത്രമുള്ള ഈ അധികാരത്തിനെയാണ് നമ്മൾ തനത് അധികാരം അഥവാ ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇത്തരം വിഷയങ്ങൾ പരിഗണിക്കാനുള്ള അധികാരം ആർക്കില്ല? ഹൈക്കോടതിക്കുണ്ടോ? ഇല്ല. കീഴ്ക്കോടതികൾക്കുണ്ടോ? ഇല്ല. ആർക്ക് മാത്രം? സെൻട്രൽ സ്റ്റേറ്റ് ഡിസ്പ്യൂട്ടുകളും സ്റ്റേറ്റ് ഡിസ്പ്യൂട്ടുകളും പരിഹരിക്കാനുള്ളതും തീർപ്പ് കൽപ്പിക്കാനുള്ള അധികാരം ആർക്ക് മാത്രം? സുപ്രീം കോടതിക്ക് മാത്രം. അതിനെയാണ് നമ്മൾ ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ അഥവാ തനത് അധികാരം എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ അധികാരമൊക്കെ ഉപയോഗിച്ചിട്ട് സുപ്രീം കോടതി കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാനങ്ങളുടെയും ഭരണഘടനാപരമായ അധികാരങ്ങളെ വ്യാഖ്യാനിക്കുകയും അവർക്കിടയിലുള്ള തർക്കങ്ങൾക്കൊക്കെ തീർപ്പ് കൽപ്പിക്കുകയൊക്കെ ചെയ്യുന്നു. ഓക്കെ ആണല്ലോ. അതുപോലെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മുടെ മൗലികാവകാശം ആരെങ്കിലും ലംഘിക്കപ്പെട്ടാൽ, അതായത് ആരെങ്കിലും ലംഘിക്കപ്പെടുത്തിയാൽ നമുക്ക് എവിടെ പോകാൻ? നേരിട്ട് സുപ്രീം കോടതിയിലേക്ക് പോകാം. അപ്പൊ മൗലികാവകാശം പുനഃസ്ഥാപിക്കുന്നതിനായിട്ട് എന്ത് പുറപ്പെടുവിക്കും? സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കും, അല്ലയോ? ഇതൊക്കെ നമ്മുടെ ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ അണ്ടറിൽ വരുന്നതാണ്. അപ്പൊ ഇനി സംശയമൊന്നുമില്ലല്ലോ. അപ്പൊ സ്റ്റേറ്റും സെൻട്രലും തമ്മിലുള്ള ഡിസ്പ്യൂട്ട്, സ്റ്റേറ്റും തമ്മിലുള്ള ഡിസ്പ്യൂട്ട്, ഇത് പരിഹരിക്കാനും തീർപ്പ് കൽപ്പിക്കാനുള്ള അധികാരം സുപ്രീം കോർട്ടിന് മാത്രമേ ഉള്ളൂ. കൂട്ടത്തിൽ മൗലികാവകാശ ലംഘനം ഒരു വ്യക്തിക്ക് നടന്നെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് സുപ്രീം കോടതിയെ പരിഹരിക്കാം. അത് അവർ പരിഹരിച്ചു തരുന്നതും എല്ലാം തനത് അധികാരത്തിനകത്ത് വരും. ഇനി രണ്ടാമത്തത് അപ്പീൽ അധികാരം എന്ന് വിളിക്കും. അപ്പീൽ അധികാരം. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന അപ്പീൽ കോടതിയാണ് സുപ്രീം കോടതി. അപ്പൊ ഹൈക്കോടതിയുടെ തീർപ്പുകൾക്കെതിരെ ഒരു വ്യക്തിക്ക് സുപ്രീം കോടതി, നമ്മൾ പറയത്തില്ലയോ അപ്പീലിന് പോവാലോ, കീഴ്ക്കോടതിയിൽ ആണെങ്കിൽ ഹൈക്കോടതിയിലോട്ട് പോകും. ലാസ്റ്റ് എവിടാ പോകുന്നത്? അപ്പീലുമായിട്ട് ഹൈക്കോടതിയിൽ പോകും, അല്ലെ? സുപ്രീം കോടതിയിലേക്ക് പോകും. എന്നാൽ നിലവിലുള്ള നിയമത്തിന്റെയോ ഭരണഘടനയുടെയോ ഗൗരവതരമായ വ്യാഖ്യാനം ആവശ്യപ്പെടുന്നതും അപ്പീൽ നൽകാൻ യോഗ്യമാണെന്ന് ഹൈക്കോടതി സാക്ഷ്യപ്പെടുന്ന കേസുകളാണ് സുപ്രീം കോടതിയുടെ പരിഗണനയിലേക്ക് വരുന്നത്. അപ്പം വെറുതെ അങ്ങ് അപ്പീൽ പോവല്ല. എങ്ങനെയാണിത്? ഇപ്പൊ നിലവിലുള്ള ഏതെങ്കിലും ഒരു നിയമം അല്ലെങ്കിൽ ഭരണഘടനയുടെ എന്തെങ്കിലും ഒരു പ്രത്യേകിച്ചുള്ള ഒരു വ്യാഖ്യാനം ആവശ്യപ്പെടുന്ന അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യമോ അല്ലെങ്കിൽ അപ്പീൽ നൽകാൻ യോഗ്യതയുണ്ട് എന്ന് തോന്നുന്ന കേസുകൾ മാത്രം, അത് ഹൈക്കോടതി പറയാണ് ഇത് അപ്പീലിന് അധികാരമുണ്ട് എന്ന് പറയുന്ന കേസുകൾ മാത്രമേ എവിടേക്ക് പോകത്തുള്ളൂ? സുപ്രീം കോടതിയിലേക്ക് പോകത്തുള്ളൂ. അതുപോലെ ക്രിമിനൽ കുറ്റങ്ങളിൽ കീഴ്ക്കോടതി വധശിക്ഷ വിധിച്ച ഒരാൾക്ക് ഹൈക്കോടതിയെയോ സുപ്രീം കോടതിയൊക്കെ അപ്പീലുമായിട്ട് പോകാം. നമ്മൾ പേപ്പറിലും പത്രത്തിലും അതുപോലെ ന്യൂസിലും ഒക്കെ കാണുന്നതാണ്. ഹൈക്കോടതി അപ്പീൽ അനുവദിച്ചിട്ടില്ലാത്ത വ്യവഹാരങ്ങളിലും അല്ലെങ്കിൽ കേസുകളിലും സുപ്രീം കോടതിക്ക് എന്ത് പറ്റാം? സ്വമേധയാ അപ്പീൽ അനുവദിക്കാനും ഹൈക്കോടതിയുടെ വിധി നമുക്ക് ഒന്നുകൂടെ പുനഃപരിശോധിക്കാനും ഒക്കെ അധികാരമുണ്ട്. ഇതും അപ്പീൽ അധികാരത്തിനകത്ത് വരുന്നതാണ്. അതുപോലെ ഒരു കേസുമായിട്ട് അല്ലെങ്കിൽ ഒരു കേസും അതുമായിട്ട് ബന്ധപ്പെട്ട നിയമപ്രശ്നങ്ങളും എല്ലാം പുനഃപരിശോധിക്കുക എന്നതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പീൽ. അതായത് അപ്പീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കേസ്, ആ കേസിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആ കേസിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് പഠിക്കുക, ആ ഹൈക്കോടതിയുടെയോ കീഴ്ക്കോടതിയുടെ വിധി ഒന്നും കൂടെ ഒന്ന് പുനഃപരിശോധിക്കുക. ഇതാണ് ശരിക്കും അപ്പീൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അപ്പീൽ അധികാരവും ആർക്കുണ്ട്? സുപ്രീം കോടതിക്കുണ്ട്. ഇനി സെക്കൻഡ് ലാസ്റ്റ് വണ്ണാണ് ഉപദേശാധികാരം. ഇതാണ് നമ്മുടെ ഇപ്രാവശ്യത്തെ ചോദ്യം. അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ എന്ന് വിളിക്കും. അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ. ഇതുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 143 1 143 2 ആണ്. അപ്പൊ 143 അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ ആണ്. അപ്പം 143 രണ്ട് വിഭാഗങ്ങളിൽ സുപ്രീം കോടതിയുടെ അഭിപ്രായം തേടാനായിട്ട് രാഷ്ട്രപതിക്ക് അധികാരം കൊടുക്കുക. എന്താണ്? രാഷ്ട്രപതിക്ക് അധികാരം കൊടുക്കുക. ആരോട് ചോദിക്കാം? സുപ്രീം കോടതിയോട് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അഡ്വൈസ് ചോദിക്കാം എന്ന് പറയുന്നത് 143 ആർട്ടിക്കിൾ 143. അപ്പൊ രണ്ട് കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ, രണ്ട് കേസുകൾ എന്ന് പറയുമ്പോൾ അഭിപ്രായം ചോദിക്കാനുള്ളത് ഒന്ന് ഉയർന്നു വന്നതോ അല്ലെങ്കിൽ ഉയർന്നു വരാൻ സാധ്യതയുള്ളതായിട്ടുള്ള പൊതു പ്രാധാന്യമുള്ള ഒരു ആക്ട് അല്ലെങ്കിൽ ഒരു വസ്തുത, ഇപ്പം പബ്ലിക്കായിട്ട് എല്ലാവരെയും ബാധിക്കുന്നതോ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന പബ്ലിക്കായിട്ട് വരാൻ പ്രശ്നങ്ങളിലേക്ക് പോകാൻ പോകുന്നതോ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ലോയോ ഒരു വസ്തുതയോ അങ്ങനെ വരുന്ന സമയത്ത് വേണമെങ്കിൽ അവരോട് അഡ്വൈസ് ചോദിക്കാം. അല്ലെങ്കിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്നതിന് മുൻപുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഉടമ്പടിയോ കരാറോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ട്, അതിന്റെ പേരിൽ ഉണ്ടാവുന്ന തർക്കം. ഇപ്പൊ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് എഴുതി വെച്ചിട്ടില്ല, കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്നതിന് മുമ്പുള്ള കരാറായിരിക്കും, 1950 ഒക്കെ മുമ്പുള്ള കരാറായിരിക്കും. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഉടമ്പടി, കരാറ്, ഇതിന് ലംഘനമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത്, തർക്കമൊക്കെ വന്നു കഴിഞ്ഞാൽ, ഡിസ്പ്യൂട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയും നമുക്ക് ആരോട് പോയി അഡ്വൈസ് ചോദിക്കാം? പ്രസിഡന്റിന് പോയി നമ്മുടെ സുപ്രീം കോടതിയോട് അഡ്വൈസ് ചോദിക്കാം. എന്നാൽ സുപ്രീം കോടതി ഒരു അഡ്വൈസ് പറഞ്ഞു കൊടുക്കുകയാണ്, പ്രസിഡന്റിനോട് പറയുന്നു ഇന്ന കാര്യങ്ങൾ ചെയ്യാം. അത് ചെയ്യണോ ചെയ്യണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം ആർക്കുണ്ട്? പ്രസിഡന്റിന് ഉണ്ട്. ഇതാണ് ഉപദേശാധികാരം അഥവാ അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ. ആർട്ടിക്കിൾ 143 143 1 2 കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. രണ്ട് കേസുകളിൽ പറയാം. ഒന്ന്, ഒരു പ്രശ്നമാവാൻ സാഹചര്യമുള്ള
ഒരു ലോയോ വസ്തുതയോ അതിന്റെ ചോദ്യം നമുക്ക് അവിടോട്ട് ചോദിക്കാം. അതുപോലെ ഭരണഘടന നിലവിൽ വരുന്നതിന് മുൻപ് ഉടമ്പടി, കരാറ് അങ്ങനെയുള്ളതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും തർക്കമൊക്കെ വരുവാണെങ്കിൽ ചോദിക്കാം. ഇൻ കേസ് അവർ ഒരു അഡ്വൈസ് തരും, ഇൻ കേസ് അല്ല തരും, തരുന്ന സമയത്ത് എടുക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം പ്രസിഡന്റിന് തീരുമാനിക്കാം. ഇനി ലാസ്റ്റ് വൺ ആണ് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പൊതു താല്പര്യ ഹർജി. പൊതു താല്പര്യ ഹർജി. ഈ പൊതു താല്പര്യ ഹർജി എന്ന് പറയുമ്പോൾ നമുക്ക് ആർക്ക് വേണമെങ്കിൽ കൊടുക്കാൻ പറ്റുന്ന അല്ലെ ഒരു പൊതുപ്രശ്നം. ഒരു പൊതുപ്രശ്നത്തില് കോടതിയുടെ ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കൂട്ടം ആൾക്കാർ വേണമെങ്കിൽ നമുക്ക് സുപ്രീം കോടതിക്ക് സമർപ്പിക്കാവുന്ന ഒരു ഹർജിയാണ് പൊതു താല്പര്യ ഹർജി. 1960കളിൽ അമേരിക്കയിൽ പൊതു താല്പര്യ ഹർജി എന്ന ആശയം തുടങ്ങിയത് അവിടെയാണ്. ഇന്ത്യയിൽ പൊതു താല്പര്യ ഹർജി എന്നത് സുപ്രീം കോടതിയുടെ ജുഡീഷ്യൽ ആക്ടിവിസവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. എന്താണ് ജുഡീഷ്യൽ ആക്ടിവിസവുമായിട്ട്? ഈ പൊതു താല്പര്യ ഹർജി സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ഒക്കെ ഫയൽ ചെയ്യാനായിട്ട് സാധിക്കും. 1980കളിലാണ് നമ്മുടെ ഇന്ത്യയിൽ ഈ ഒരു ഐഡിയ വരുന്നത്. അതുപോലെ പൊതു താല്പര്യ ഹർജി എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് PN ഭഗവതിയാണ് കേട്ടോ, PN ഭഗവതി. അപ്പൊ PIL അറിയപ്പെടുന്ന മറ്റു പേരുകൾ ചോദിക്കാം. ഒന്ന് സോഷ്യൽ ആക്ഷൻ ലിറ്റിഗേഷൻ, ഒന്ന് സോഷ്യൽ ആക്ഷൻ ലിറ്റിഗേഷൻ എന്നും, അല്ലെങ്കിൽ ക്ലാസ് ആക്ഷൻ ലിറ്റിഗേഷൻ. അപ്പൊ പൊതു താല്പര്യ ഹർജി എന്താ? പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ, അതുപോലെ സോഷ്യൽ ആക്ഷൻ, ക്ലാസ് ആക്ഷൻ ലിറ്റിഗേഷൻ. അതും വേണമെങ്കിൽ പറയാം. അത് നമുക്ക് ആർക്ക് വേണമെങ്കിലും ഒരു പൊതു കാര്യത്തില് അഭിപ്രായം പറഞ്ഞിട്ട് അല്ലെങ്കിൽ അതിന്റെ പേരിൽ നമുക്ക് സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ കൊണ്ടു കൊടുക്കാവുന്ന ഒരു ഹർജി. ഓക്കെ ആണല്ലോ? അമേരിക്കയിൽ നിന്ന് കടമെടുത്തിരിക്കുന്നു. അപ്പൊ ഇത്രയുമാണ് സുപ്രീം കോടതിയുടെ അധികാര പരിധിക്കകത്ത് പ്രധാനമായിട്ടും വരുന്നത്. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമുക്കിനി നോക്കാനുള്ളത്, ഞാൻ ആദ്യമേ പറഞ്ഞു, രണ്ടാമത്തെ ടോപ്പിക് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആണ്. ആ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ ചോദിക്കുന്ന പ്രധാനമായിട്ടുള്ള ഒരു ചോദ്യമാണ്, അമെന്റ്മെന്റ് നടത്തണമെങ്കിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് അല്ലെ. എങ്ങനെയൊക്കെയാണ് ഭേദഗതി ചെയ്യാവുന്നത്? 3 കേസുകളുണ്ട്. ആ കേസുകൾ ഒന്ന് പറയാം. ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു ഐഡിയ നമ്മൾ കടമെടുത്തിരിക്കുന്നത്. ഇത് ആർട്ടിക്കിൾ 368 അല്ലെ. ആർട്ടിക്കിൾ 368 ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റിനെ പറ്റിയിട്ട് പറയുന്നത്. അതുപോലെ ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിന് അധികാരം ആർക്കാണ്? പാർലമെന്റിനാണ് ഇതിനുള്ള അധികാരം. ആർക്ക് മാത്രം? പാർലമെന്റിന് മാത്രമേ ഭരണഘടന ഭേദഗതി ചെയ്യാൻ അധികാരമുള്ളൂ. 3 രീതിയിൽ ഭരണഘടന ഭേദഗതി ചെയ്യാം. ഒന്ന്, കേവല ഭൂരിപക്ഷത്തോടെ, പാർലമെന്റിന്റെ കേവല ഭൂരിപക്ഷത്തോടെ. ഭൂരിപക്ഷം, പാർലമെന്റിന്റെ കേവല ഭൂരിപക്ഷം, അതായത് സിമ്പിൾ മെജോറിറ്റി. സിമ്പിൾ മെജോറിറ്റി. 2, പാർലമെന്റിന്റെ സ്പെഷ്യൽ മെജോറിറ്റി. ആദ്യം സിമ്പിൾ മെജോറിറ്റി പാർലമെന്റിന്റെ, ദെൻ സ്പെഷ്യൽ മെജോറിറ്റി. 3, പാർലമെന്റിന്റെ സ്പെഷ്യൽ മെജോറിറ്റിയും പ്ലസ് ഹാഫ് സംസ്ഥാനങ്ങളുടെ, പകുതി സ്റ്റേറ്റുകളുടെ അംഗീകാരത്തോടുകൂടി. അങ്ങനെ 3 രീതിയിലാണ് നമുക്ക് ഒരു കാര്യം അമെന്റ് ചെയ്യാൻ പറ്റുന്നത്. എന്തൊക്കെയാണ്? 1, പാർലമെന്റിന്റെ കേവല ഭൂരിപക്ഷം. 2, പാർലമെന്റിന്റെ സ്പെഷ്യൽ മെജോറിറ്റി. 3, പാർലമെന്റിന്റെ സ്പെഷ്യൽ മെജോറിറ്റി പ്ലസ് ഹാഫ് സ്റ്റേറ്റുകളുടെ അംഗീകാരത്തോട് കൂടിയിട്ടുള്ള ഭേദഗതി. നോക്കാം. കേവല ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ ഇനി തെറ്റിക്കരുത്. ഇപ്പൊ കേവല ഭൂരിപക്ഷം സിമ്പിൾ മെജോറിറ്റി. അപ്പം വോട്ട് ചെയ്യുന്നവരുടെ ആകെ 50% അതിൽ കൂടുതൽ വരികയാണ് ഭൂരിപക്ഷമെങ്കിൽ അതാണ് സിമ്പിൾ മെജോറിറ്റി. ഒരു സമ്മേളനത്തില് 100 പേര് വോട്ട് ചെയ്തു, അതിനകത്ത് 51 പേര് അതിനെ സപ്പോർട്ട് ചെയ്തെങ്കിൽ സിമ്പിൾ മെജോറിറ്റി ആയി. ഓക്കെ ആണല്ലോ? അപ്പം ഇങ്ങനെ ഭേദഗതി ചെയ്യാവുന്നതിന്റെ കുറച്ച് കാര്യം, സിമ്പിൾ മെജോറിറ്റി മതി എന്ന് പറയുന്ന കുറച്ച് കേസുകളാണ്. ഒന്ന്, ഒരു സംസ്ഥാനത്തിന്റെ രൂപീകരണം വന്നു, അല്ലെ സംസ്ഥാനത്തിന്റെ പേര് മാറ്റി. ഇപ്പൊ ഒഡീഷ എന്നുള്ളത് ഒറീസ എന്നുള്ളത് ഒഡിയയാക്കി മാറ്റി, അല്ലെ ഒഡീഷയാക്കി മാറ്റി, ഒറിയ ഭാഷയാക്കി. അങ്ങനെ വരുന്ന കാര്യങ്ങളൊക്കെ സിമ്പിൾ മെജോറിറ്റി മതി. അതുപോലെ സംസ്ഥാനങ്ങളുടെ രൂപീകരണം, അതിർത്തി വിസ്തീർണം വർദ്ധിപ്പിക്കുക, അതുപോലെ സംസ്ഥാനങ്ങളിലെ ലെജിസ്ലേറ്റീവ് കൗൺസിലിന്റെ രൂപീകരണം അത് നിർത്തലാക്കുന്നത്, പാർലമെന്റിന്റെ ക്വാറം സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങള്, പൗരത്വം നേടുക നിർത്തലാക്കുക, അല്ലെ പൗരത്വം സിറ്റിസൺഷിപ്പ് കിട്ടുക അത് നിർത്തലാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങള്. അതുപോലെ 2nd ഷെഡ്യൂള്, 5th ഷെഡ്യൂള്, 6th ഷെഡ്യൂള്, പാർലമെന്റിന്റെയും സംസ്ഥാന നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, ഇവിടെയൊക്കെ ഒരു മാറ്റം കൊണ്ടുവരണമെങ്കിൽ, അത് അമെന്റ് ചെയ്യണമെങ്കിൽ സിമ്പിൾ മെജോറിറ്റിയുടെ ആവശ്യമുള്ളൂ. ഓക്കെ ആണല്ലോ? സിമ്പിൾ മെജോറിറ്റി. ഇനി പാർലമെന്റ് അംഗങ്ങളുടെ ശമ്പളം, അലവൻസും സാലറിയും ഒക്കെ കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യണമെങ്കിൽ സിമ്പിൾ മെജോറിറ്റി മതി. അതായത് സമ്മേളനത്തിന്റെ 50%, വോട്ട് ചെയ്യുന്നവരുടെ 50% കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് അമെന്റ് നടത്തും. ഇനി രണ്ടാമത്തത്
പാർലമെന്റ് സ്പെഷ്യൽ മെജോറിറ്റി. അതായത് ഇവിടെ പാർലമെന്റ് സ്പെഷ്യൽ മെജോറിറ്റി എന്ന് പറയുമ്പോൾ ഒരു വ്യത്യാസമുണ്ട്. പാർലമെന്റിൽ ആരൊക്കെയുണ്ട്? രാജ്യസഭ പ്ലസ് ലോക്സഭയുണ്ട്. ഈ രാജ്യസഭയിലെയും ലോക്സഭയിലെയും ആകെ അംഗങ്ങളുടെ 50% കൂടുതൽ വോട്ടിംഗ് സമയത്ത്, അതായത് ആകെ അംഗങ്ങൾ ഇപ്പം ഫോർ എക്സാമ്പിൾ 540 വെച്ചു. ഈ 540 പേര് ടോട്ടൽ അംഗങ്ങളുടെ 50% കൂടുതൽ ആൾക്കാർ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ ഈ വോട്ട് ചെയ്യുന്ന സമയത്ത് 540 പേര് വന്നില്ല, 400 പേരെ വന്നോളെന്ന് വെച്ചു. ഈ 400 പേര് വന്നതിനകത്ത് ഇവരിൽ 2/3 ആൾക്കാര് ഭൂരിപക്ഷത്തോടു കൂടി ഇത് പാസ്സാക്കണം. അതാണ് സ്പെഷ്യൽ മെജോറിറ്റി. അതായത് പാർലമെന്റ് മീൻസ് ലോക്സഭ രാജ്യസഭയിലെ മുഴുവൻ ആൾക്കാരുടെ 50% കൂടുതൽ അംഗീകരിക്കണം. അപ്പം ഉണ്ടായിരുന്ന വോട്ട് ചെയ്യുന്ന, അതായത് ആ സമയത്ത് വോട്ട് ചെയ്ത സമയത്ത് ടോട്ടൽ ഉണ്ടായിരുന്ന ആൾക്കാരുടെ 2/3 ഭാഗങ്ങളും ഇത് അംഗീകരിക്കുകയാണെങ്കിൽ മാത്രം അമെന്റ്മെന്റ് നടത്തുന്നതാണ് സ്പെഷ്യൽ മെജോറിറ്റി പാർലമെന്റിലെ. അപ്പൊ ഇത് മൗലികാവകാശങ്ങള്, നിർദ്ദേശക തത്വങ്ങൾ, ഇതൊക്കെ ചേഞ്ച് ചെയ്യണമെങ്കിൽ സ്പെഷ്യൽ മെജോറിറ്റി വേണം. ഇനി ലാസ്റ്റ് ആണ് ഇപ്രാവശ്യം ചോദിച്ചത്. പാർലമെന്റ് സ്പെഷ്യൽ മെജോറിറ്റിയും കൂടാതെ പകുതി സംസ്ഥാനങ്ങളുടെ അംഗീകാരവും ആവശ്യമുള്ള ഭേദഗതികൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. അത് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ്, ആർട്ടിക്കിൾ നമ്പർ 54, 55 രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ്, യൂണിയൻ, സ്റ്റേറ്റ് എന്നിവയുടെ എക്സിക്യൂട്ടീവ് അധികാരങ്ങള്, സുപ്രീം കോടതി, ഹൈക്കോടതി ബന്ധപ്പെട്ട കാര്യങ്ങള്, യൂണിയനും സ്റ്റേറ്റും നിയമനിർമ്മാണ അധികാരം വീതിച്ചു നൽകുന്നത്, കേന്ദ്രഭരണ പ്രദേശങ്ങളിലേക്കുള്ള ഹൈക്കോടതിയുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 241, GST കൗൺസിൽ 279A, 7th ഷെഡ്യൂളിലെ ലിസ്റ്റുകള്, അതുപോലെ പാർലമെന്റിന്റെ സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യുന്നത്, ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള പാർലമെന്റിന്റെ അധികാരമുണ്ട്. ഏറ്റവും അവസാനം അതുമുണ്ട്. ഭരണഘടന ഭേദഗതി ചെയ്യാൻ ആർക്ക് അധികാരം കൊടുത്തിരിക്കുന്നത്? പാർലമെന്റിന്. അതിനെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇൻ കേസ് അതിനകത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ പോലും അവിടെ എന്ത് വേണം? പാർലമെന്റ് സ്പെഷ്യൽ മെജോറിറ്റി പ്ലസ് ഹാഫ് സ്റ്റേറ്റുകളുടെ അംഗീകാരം കൂടെ വേണം. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതായിരുന്നു ഈ പ്രാവശ്യത്തെ ചോദ്യം, ഈ ലാസ്റ്റ് പറഞ്ഞ കാര്യം. അതായത് രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പും യൂണിയൻ, സ്റ്റേറ്റ് എന്നിവയുടെ എക്സിക്യൂട്ടീവ് പവേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ് അമെന്റ് ചെയ്യേണ്ടത് എന്നാണ് ചോദിച്ചിരുന്നത്. എങ്ങനെയാണ്? പാർലമെന്റ് സ്പെഷ്യൽ മെജോറിറ്റി പ്ലസ് ഹാഫ് സ്റ്റേറ്റുകളുടെ അംഗീകാരം കൂടെ ഉണ്ടെങ്കിൽ ഇതൊക്കെ അമെന്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഓക്കെ ആണല്ലോ. അപ്പം കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഭേദഗതി പഠിക്കുന്ന സമയത്ത് ഇപ്രാവശ്യം 91ാം ഭേദഗതി ഇപ്പൊ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്. 91 അങ്ങനെ ചോദിക്കാറില്ല. കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും മന്ത്രിമാരുടെ എണ്ണം ലോക്സഭയുടെ 15% കൂടാൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്യുന്നതാണ് 91ാം ഭേദഗതി. കേന്ദ്രത്തിലും സെന്ററിലും സ്റ്റേറ്റിലുമുള്ള മന്ത്രിമാരുടെ എണ്ണം ലോക്സഭയുടെ 50%-ൽ കൂടുതൽ കൂടാൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്യുന്നതാണ് 91ാം ഭേദഗതി. 97 എന്താ? കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ലെ? കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന തലക്കെട്ടോടുകൂടി 9B എന്ന ഭരണഘടന കൂട്ടിച്ചേർത്തത് 97 പ്രകാരമാണ് അല്ലേ? ആണോ? ആണ്. ഇനി അതുപോലെ 104 എന്താ? 104 ഇപ്രാവശ്യം ചോദിച്ചൊരു ചോദ്യമാണ്. 104 SC/ST ആംഗ്ലോ ഇന്ത്യൻ വിഭാഗങ്ങളിലെ റിസർവേഷൻ സംബന്ധിക്കുന്നതുമായിട്ട് ബന്ധപ്പെടുത്തി അല്ലെ? അതാണ് ഈ പറയുന്ന 104ാം ഭരണഘടനാ ഭേദഗതി. ഡേറ്റ് 2019 ഡിസംബർ 9 ലോക്സഭയിൽ അവതരിപ്പിച്ചു. ഡിസംബർ 10 ലോക്സഭ പാസാക്കി. ഡിസംബർ 12 രാജ്യസഭ പാസാക്കി. രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2020 ജനുവരി 21. അപ്പൊ ഈ ഭേദഗതി പ്രകാരം ലോക്സഭയിലെയും സംസ്ഥാന നിയമസഭകളിലേക്കുമുള്ള SC/ST വിഭാഗങ്ങളുടെ സംവരണം 2030 ജനുവരി 25 വരെ നീട്ടുകയും അതുപോലെ നമ്മുടെ 2 പേരെ ആംഗ്ലോ ഇന്ത്യൻസിനെ നാമനിർദ്ദേശം ചെയ്യാമായിരുന്നു പ്രസിഡന്റിന്, അത് നീക്കം ചെയ്യുകയും ചെയ്തു 104 പ്രകാരം ആണല്ലോ. അതുപോലെ നമ്മുടെ 10% EWS കാറ്റഗറി 103 ആണ് കേട്ടോ. ഇതെല്ലാം നിങ്ങൾക്ക് അറിയാമായിരിക്കും. 103 ആണ്. ഇതെല്ലാം ഒന്ന് നോക്കിയിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.